ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടമാത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാശ് അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് നേരെ വരുന്നത് മഹേഷിൻ്റെ വീട്ടിലേക്കാണ്. മഹേഷ് ഇപ്പോൾ പറയാണ്, നീയാണ് ചെയ്തതെന്ന് എന്നതിൻ്റെ തെളിവ്, ബലപ്പെട്ട തെളിവ് ഉണ്ടെന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, അതേടാ ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് കുറ്റം സമ്മതിക്കുന്നുണ്ട് അവിടെ. അതുപോലെ കോറയിൽ കൊണ്ട് തള്ളിയതും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്, തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ തെളിയിക്കുന്ന അവിടെ പറയുന്നുണ്ട്. ലോക്കൽ പോലീസല്ല, ഇനി CBI വന്നാലും സുമിത കൊലക്കേസിനെ തെളിയാൻ പോകുന്നില്ല എന്നും പറയുന്നുണ്ട്. മഹേഷ് അപ്പോൾ പറയുന്നുണ്ട്, നിന്നെ ആർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിൻ്റെ കേസ് ഞാൻ ഏറ്റെടുക്കും. അപ്പം ആകാശ് പുച്ഛത്തോട് പറയുന്നുണ്ട്, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിൻ്റെ മകൻ പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് നിനക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. ഇഷിത അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ മോൻ അത് ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇത്രയും കൃത്യമായിട്ട് ആകാശിന് എങ്ങനെ അറിയാമെന്ന് ഇവിടെ ചോദിക്കുന്നു. അപ്പോൾ പിന്നെ ആകാശിനവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ ബോട്ടിൽ അവിടെ നിന്ന് റൂമിൽ നിന്ന് പിടിച്ചെടുത്ത കാര്യവും പോലീസ് റിപ്പോർട്ട് എഴുതിയ കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നിട്ടും ആകാശ് വിളിക്കുന്നുണ്ട്, നിൻ്റെ മകനെ ഞാൻ ജുവനൈൽ ഹോമിൽ കയറ്റുമെന്ന്. അപ്പോൾ അത് ആദ്യം അവിടെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആദ്യം അവിടെ ആകാശിനോട് നേരിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത്രയ്ക്കും ദേഷ്യത്തോടെ പോകുന്നത്. അപ്പോഴേക്കും ആകാശ് ആദ്യം തള്ളി മാറ്റിയിട്ട് ആകാശം രക്ഷപ്പെടുന്നുണ്ട്. മഹേഷ് ആണെങ്കിൽ ആദ്യം തടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കരഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നു, ഡാഡി എന്തിനാണ് എന്നെ തടുത്തത്? അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വേണം മോനെ, നിൻ്റെ അനിയത്തിമാർക്ക് നിന്നെ വേണം. ഡാഡി അവനെ വെറുതെ വിടില്ല, എണ്ണി തന്നെ കണക്ക് ചോദിക്കും, പക്ഷേ അതിനിടയിൽ മോൻ അതിനിടയിൽ വരരുത്. അങ്ങനെ മഹേഷ് ആദ്യം കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രചനയാണ്. ആകാശ് അവിടെ ഒന്നും അറിയാത്തതുപോലെ വന്ന് കയറുകയാണ്. അപ്പോൾ രചന ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ ആകാശ് ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ നോക്കുന്നത്, ഇത് ഞാൻ ആകാശ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നും അറിയാത്ത മാന്യനെ പോലെ ആകാശ് രചനയുടെ മുന്നിൽ നിന്നിട്ട് അഭിനയിച്ച് തകർക്കുകയാണ്. മഹേഷും സുജിയും എല്ലാവരും കൂടെ സുമിത കൊലക്കേസ് ആകാശിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ രചനയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായതുകൊണ്ട് തന്നെ രചന അതിനൊന്നും മറുപടി പറയാതെ എല്ലാം കേട്ട് നിൽക്കുകയാണ്. ആകാശിനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ രചന പറയുന്നുണ്ട്, തെളിവില്ലെന്നല്ലേ ആകാശ് പറഞ്ഞത്, പക്ഷേ തെളിവില്ലാതെ തന്നെ അത് ചെയ്തത് ആകാശ് എന്നത് ആകാശ് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ആകാശിന് ദേഷ്യം കൊണ്ടിട്ട് രചനയുടെ കഴുത്തിലേക്ക് പിടിക്കുന്നുണ്ട്. നീ കണ്ടോ ഞാൻ കൊന്നതെന്നും പറഞ്ഞു. അപ്പോൾ തന്നെ രചന അന്ന് സുമിയെ കൊന്ന ദിവസം നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്, ഊഹിച്ച് രചന പറയാണ് ഇങ്ങനെയൊക്കെയാണ് നടന്നത് എന്നുള്ള രീതിയിൽ. അപ്പോഴെല്ലാം ആകാശ് കേട്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ്. അവിടെയും സുമിയെ കുറ്റപ്പെടുത്തിയിട്ടാണ് ആകാശ് അവിടെ സംസാരിക്കുന്നത്. കാരണം ഇനി സുമി അതിനെ സത്യം പറയാൻ സുമീനെ ഇല്ലല്ലോ, അതുകൊണ്ട് എന്ത് വേണോ ആകാശിനെ പറയാം. പക്ഷേ രചന അതൊന്നും വിശ്വസിക്കുന്നില്ല. രചന അങ്ങനെ ആകാശ് ചെയ്ത കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആകാശ് തിരിച്ചടിക്കുന്നുണ്ട്. സുമിയുമായി ചേർന്ന് മഹേഷിനെ കൊല്ലാൻ ശ്രമിച്ചത് നീ എത്ര പെട്ടെന്ന് മറന്നുപോയെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് രചന ഡൗൺ ആവുന്നുണ്ട്. അത് വെച്ച് രചനയെ ഭീഷണിപ്പെടുത്തിയിട്ട് ആകാശ് അങ്ങ് പോകുന്നു. അങ്ങനെ രചന ആദ്യയെ വിളിക്കുകയാണ്. രചന ആദ്യം വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ആദ്യം പറയുന്നുണ്ട്, അയാൾ അവിടെ വരുന്നതിന് മുന്നേ ആദ്യം ഇവിടെയാണ് വന്നത്. അങ്ങനെ രചന വിഷമത്തോടെ പണ്ടുണ്ടായ തെറ്റുകുറ്റങ്ങളൊക്കെ ആദ്യയോടെ ഏറ്റു പറഞ്ഞിട്ട് വളരെ വിഷമത്തോടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നുണ്ട്, മമ്മി അവിടെ നിൽക്കാതെ എത്രയും വേഗം തന്നെ മാറണം, മമ്മിയുടെ കൂടെ ഞാനും വരാമെന്ന് ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ രചന പറയുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ട് എന്നോട് ക്ഷമിക്കാൻ മോന് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ രചന പറയുന്നുണ്ട്, മക്കളെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള യോഗ്യത പോലും എനിക്കില്ല. അപ്പോൾ ആദ്യം പേടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മമ്മി എന്ത് ഭാവിച്ചാൽ ഇങ്ങനെ പറയുന്നത്. ആദ്യം അവിടെ പേടിക്കുന്നുണ്ട് രചന എന്തെങ്കിലും ചെയ്ത് കളയോ എന്ന്. പക്ഷേ രചന പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യില്ല, ഇത്രയും കാലം ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഈ ജീവിതത്തിൽ തന്നെ ശിക്ഷ അനുഭവിച്ച് തീർക്കണം എനിക്ക്. അതെല്ലാം അനുഭവിച്ചിട്ട് മാത്രമേ ഈ ലോകം വിട്ട് പോവുള്ളൂ. അടുത്ത ജന്മത്തിൽ എൻ്റെ മക്കളുടെ അമ്മയായിട്ട് ജീവിക്കണമെന്ന മോഹം മാത്രമേ എനിക്കുള്ളൂ. ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ആദ്യ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹേഷിനെയാണ്. മഹേഷ് സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ ഫ്ലാറ്റിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പം സെക്യൂരിറ്റിയും ആദ്യം ചെയ്തു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ മഹേഷ് അത് വിലക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അന്നത്തെ CCTV എങ്ങനെയാണ് ഓഫായതെന്ന്. അപ്പോൾ മഹേഷ് വിചാരിക്കുന്നത് ആർക്കോ വേണ്ടി സെക്യൂരിറ്റി ആ പണി ചെയ്തു, എല്ലാവർക്കും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചന മഹേഷിന് കിട്ടിയതായിട്ടും പറയുന്നു. അതുപോലെ അന്നത്തെ ദിവസം ആർക്കോ വേണ്ടി സെക്യൂരിറ്റി ആ പണി ചെയ്തു എന്നാണ് മഹേഷ് അവിടെ പറയുന്നത്. പക്ഷേ സെക്യൂരിറ്റി അവിടെ പറയുന്നുണ്ട്, അന്നത്തെ ദിവസത്തെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ സാറായിരിക്കും നാറാൻ പോകുന്നത്. എന്നിട്ട് അന്ന് നടന്ന കാര്യം അവിടെ വിശദീകരിക്കുന്നു. ഇയാളെവിടെയോ പോയ സമയത്ത്
മഞ്ജിമ അവിടേക്ക് വന്ന് ക്യാമറ ഓഫ് ചെയ്യുന്ന ആ ഒരു വിഷ്വൽ കാണിക്കുന്നു. മഹേഷ് അത് കണ്ടിങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ്, എന്താ സംഭവം എന്നറിയാതെ. പിന്നീട് കാണിക്കുന്നത് ആകാശിൻ്റെ വീടാണ്. ആകാശ് ആരുടെയോ വിസ റെഡിയാക്കാനുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രചന കേൾക്കുന്നുണ്ട്. ആകാശ് ഇവിടെ നിന്ന് നാട് കടക്കാനുള്ള ശ്രമത്തിലാണ്. ഇതെല്ലാം രചന പുറകിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മഹേഷിൻ്റെ വീടാണ് കാണിക്കുന്നത്. മഹേഷും വിശുദ്ധയും ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ പറ്റിയ അപകടത്തെ പറ്റിയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആകാശിൻ്റെ അച്ഛനെ മഹേഷിൻ്റെ അച്ഛനെ ആകാശ് വേറൊരാളുടെ ഫോൺ വിളിച്ചല്ലേ ആയിരുന്നില്ലേ ഈ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്. അങ്ങനെയല്ലേ അവർ ബാങ്കിലേക്ക് പോയത്. അപ്പം അവർ ആ നമ്പർ വെച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ അതൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് തന്നെ 2-3 വട്ടം വിളിച്ചപ്പോൾ അയാൾ ഭയന്നിട്ട് അത് സ്വിച്ച് ഓഫ് ചെയ്തു. അയാൾ സ്വിച്ച് ഓഫ് ഓൺ ചെയ്തിരുന്നെങ്കിൽ അത് ആകാശ് ആണോ ആ ഫോൺ വാങ്ങി വിളിച്ചതെന്നുള്ള ഒരു. പിന്നെ മഞ്ജിമ ഇങ്ങനെ ക്യാമറ ഓഫ് ചെയ്ത കാര്യമൊക്കെ ഇഷിതയോട് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, ഇപ്പോഴും മഞ്ജിമ ചേച്ചി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മഹേഷ് എന്ത് ചെയ്തു, മഞ്ജിമയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. അപ്പം മഞ്ജിമ ഫോൺ അവിടെ ബെഡിലിട്ടിട്ട് ബാത്റൂമിലാണ്. അപ്പം മഹേഷ് ആ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് വിളിച്ചത് അജിത്തിനെയാണ്. അന്നത്തെ ദിവസവും അധികമായിട്ട് വിളിച്ചത് അജിത്തിനെ ആയതുകൊണ്ട് തന്നെ മഹേഷ് ആ ഫോൺ നമ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് മഹേഷ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും മഞ്ജിമയ്ക്കൊരു ചുറ്റിക്കളി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫോൺ നമ്പർ എടുത്ത ശേഷം പിന്നെ മഹേഷ് ആ ഫോൺ അതുപോലെ വെച്ചിട്ട് തിരികെ പോകുന്നുണ്ട്. പിന്നീട് അഡ്വക്കേറ്റ് സുജിയാണ് കാണുന്നത്. സുജിയെ കണ്ടിട്ട് ഈ വിവരങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. ഇതിൽ മഞ്ജിമ ചേച്ചി ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ടുള്ള അന്വേഷണം വേണ്ട, അല്ലാത്ത രീതിയിലുള്ള അന്വേഷണം നടത്തിയാൽ മതിയെന്ന് മഹേഷ് അവിടെ പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് സുജി ചോദിക്കുന്നുണ്ട്, അജിത്ത് ആരാണെന്ന് മഞ്ജിമ ചേച്ചിക്ക് അറിയാമോ? അപ്പോൾ മഹേഷ് പറയുന്നു, അവൾക്ക് മുമ്പേ അറിയാമെന്നുള്ള ആരോ ആണ് അജിത്ത്. അപ്പോൾ അജിത്താണ് കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തിട്ട് കടന്നു കളഞ്ഞത് എന്നുള്ളൊരു ചിന്തയിലാണ് ഇവർ നിൽക്കുന്നത്. എന്നിട്ട് മഹേഷ് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചവനെ ഞാനിങ്ങനെ വെറുതെ വിടില്ല, അവൻ്റെ ശിക്ഷ ഞാൻ തന്നെ നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ്. ആകാശം വേറൊരാളുമായിട്ട് ഈ വിസയുടെ കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രചന അപ്പം തന്നെ വരുന്നുണ്ട്. ആകാശ് അപ്പോൾ വിഷയം മാറ്റുന്നു. രചന ചോദിക്കുന്നുണ്ട്, കൊലപാതകത്തിനും വധശ്രമത്തിനും പ്രതിയായി ജയിൽ ഉറപ്പായി എന്ന് തോന്നിയപ്പോൾ ഇവിടെ നിന്ന് മുങ്ങാനുള്ള പ്ലാനാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു. ആകാശ് അപ്പോൾ പുച്ഛത്തോടെ പറയുന്നുണ്ട്, ആകാശ് മേനോനെതിരെ മൊഴി പറയാൻ എപ്പോഴാണ് പോകുന്നതെന്ന്. അപ്പോൾ തന്നെ ആകാശ് എന്തായാലും രചന എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് കൈകൊണ്ട് പറ്റിയ അബദ്ധമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരാളിവിടെ വന്നപ്പോൾ എൻ്റെ കൈകൊണ്ട് അബദ്ധം പറ്റി, പക്ഷേ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആരും മിണ്ടാതിരിക്കില്ല, അത് ഒളിപ്പിക്കാനേ ശ്രമിക്കുകയുള്ളൂ, അത്രേ ഞാൻ ചെയ്തുള്ളൂ എന്ന രീതിയിലാണ് ആകാശ് സംസാരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് രചന ഞെട്ടി നിൽക്കുകയാണ്. കൂടാതെ മഹേഷിൻ്റെ കുഞ്ഞിനെ സ്പ്രേ കൊണ്ട് കൊല്ലാൻ ശ്രമിച്ചതും താനാണെന്നുള്ള രീതിയിൽ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ആ സ്പ്രേ കൊണ്ട് ആദിയുടെ റൂമിൽ വെച്ചതും ഞാനാണ് എന്നുള്ള എല്ലാ കുറ്റസമ്മതവും രചനയുടെ മുന്നിൽ നടത്തുകയാണ്. കുറ്റസമ്മതം എന്ന് വെച്ചാൽ തെറ്റായിപ്പോയി എന്നുള്ള രീതിയിലല്ല, തൻ്റെ ഇടത്തോടെ തന്നെയാണ് രചനയുടെ മുന്നിൽ ഇതൊക്കെ പറയുന്നത്. എന്ത് പറഞ്ഞാലും എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ. എന്നിട്ട് രചനയോട് പറയുന്നുണ്ട്, നീയുമായുള്ള എല്ലാ ഇടപാടുകളും ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്നെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് നിൻ്റെ മോനെ വെച്ച് നീ കുറേ ശ്രമങ്ങൾ നടത്തിയിട്ടില്ലേ എന്ന് രചനയോട് ചോദിക്കുന്നുണ്ട്. നിന്നെപ്പോലെ ഒരുത്തി എന്തിനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വളരെ വിഷമിക്കുന്ന രീതിയിൽ തന്നെയാണ് രചനയുടെ മുഖത്ത് നോക്കി ഇതൊക്കെ പറയുന്നത്. രചനയ്ക്ക് നല്ല വിഷമവും ദേഷ്യവും ഉണ്ടാകുന്നുണ്ട്. കാരണം മഹേഷിനെ പോലെ ഒരു നല്ലൊരാളെ വിട്ടിട്ടാണ് ആകാശിനെ പോലെ ഒരു ഫ്രോഡിനോട് രചന ഇറങ്ങി വന്നത്. അതിൻ്റെ എല്ലാ വിഷമവും ദേഷ്യവും രചനയുടെ മുഖത്തൂടെ കടന്നു പോകുന്നുണ്ട്. മഹേഷിനെ തറക്കാനുള്ള ഒരു ടൂളായി മാത്രമേ നിന്റെ മോനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് ആകാശം പോകുന്നുണ്ട്. രചന എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തതുപോലെ നിൽക്കുന്നു. രചന അതിനുശേഷം വിളിക്കുന്നത് മഹേഷിനെയാണ്. മഹേഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മഹേഷ് ഞാൻ ആകെ പ്രശ്നത്തിലാണ്, ഞാനിപ്പോൾ വീടിന് മുന്നിൽ നിൽപ്പുണ്ടെന്ന് പറയുന്നു. അപ്പോൾ മഹേഷ് ഇങ്ങനെ ദേഷ്യത്തോടെ ഇവളെന്തിനാ ഇവിടെ വന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മഹേഷ് ചോദിക്കുന്നു, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ രചന പറയുന്നുണ്ട്, നാളെ എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാനില്ലെങ്കിലും. രചന അവിടെ വന്നത് മഹേഷിനോട് ചെയ്ത എല്ലാ പാവങ്ങൾക്കും മാപ്പ് ചോദിച്ചിട്ട് പോകാനാണെന്ന് പറഞ്ഞ് കൈകൂപ്പി പറയുന്നുണ്ട്. അങ്ങനെ രചന ചെയ്ത എല്ലാ തെറ്റുകളും മഹേഷിനോട് പറഞ്ഞ് പശ്ചാത്താപത്തോടെ തന്നെയാണ് രചന പറയുന്നത്. ആദ്യ രചനയോട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടും അത് കേൾക്കാൻ രചന കൂട്ടാക്കിയിട്ടില്ല ഇത്രയും കാലവും. അങ്ങനെ അതിനാലാണല്ലോ മഹേഷിൻ്റെ അടുത്ത് ആദ്യം വന്നത്.
അപ്പം മഹേഷ് പറയുന്നുണ്ട്, നീ അമ്മ എന്ന രീതിയിൽ നീ തോറ്റുപോയി. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. രചനയ്ക്കെല്ലാം മനസ്സിലായി. ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും ഇങ്ങനെ ഏറ്റുപറഞ്ഞിങ്ങനെ പറയുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, ഇപ്പം ഇങ്ങനെ വന്ന് പറയാൻ എന്താ കാരണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആകാശാണ് ഇത് ചെയ്തതെന്നുള്ളതും ആദ്യം ഇതിന് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയും രചന പറയുന്നു. പക്ഷേ ആദ്യം അത് നേരിട്ട് കണ്ട കാര്യം ഇന്നേവർ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അതെങ്ങനെ പറയും, കാരണം അവനത് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശിനെ സപ്പോർട്ട് ചെയ്തെന്നല്ലേ രചന സംസാരിക്കുള്ളൂ, അത് പേടിച്ചിട്ട് അവൻ പറഞ്ഞിട്ടില്ല. കൂടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, രചനയിൽ നിന്നും ആദ്യം മാറ്റാൻ വേണ്ടി ശ്രമിച്ചത് ആകാശ് തന്നെയാണെന്നുള്ള രീതിയിൽ. ആകാശിൻ്റെ ആ കുട്ടിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ആ കേസ് ഏറ്റെടുത്ത വക്കീലിനോട് ഈ കേസ് തോൽക്കുന്ന രീതിയിൽ വാദിക്കണം എന്നുള്ള രീതിയിൽ ആ അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് തോൽക്കുന്ന രീതിയിലുള്ള വാദം നടത്തിയതും മഹേഷിന് ആദ്യം കിട്ടുന്നത്. ആകാശിൻ്റെ മനസ്സിൽ ഇങ്ങനെ ആദ്യം രചനയിൽ നിന്ന് മാറ്റി മഹേഷിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് മഹേഷിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ആദ്യമാണെന്ന് വരുത്തി തീർത്തിട്ട് ആദ്യം ജുവനൈൽ ഹോമിൽ അടയ്ക്കണം എന്നുള്ളതാണ് എന്ന് ഇപ്പോഴാണ് രചന അറിയുന്നത്. മഹേഷ് പറഞ്ഞിട്ടാണ് അറിയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് രചന വളരെ വിഷമത്തോടെ പറയുന്നുണ്ട്, ഞാൻ ആരുടെ കൂടെ പോയോ അയാൾ വെറുക്കപ്പെട്ടവനായി. അയാൾ ഇങ്ങനെ ശരീരം വിട്ട് ജീവിക്കാൻ എന്നോട് പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് രചന ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എന്നിട്ട് രചന പറയുന്നുണ്ട്, ഇവിടുത്തെ ജീവിതം ഇട്ടിട്ട് പുതിയ ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അയാളെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ഇഷിത നിൽക്കുന്നതും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളെ ആയിരിക്കും ഇനി ക്ലൈമാക്സ് എപ്പിസോഡ്. ആകാശിനുള്ള വിധി രചന തന്നെയാണോ നടപ്പിലാക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.